Hi students, ഇനി നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ആസിഡ് ബേസ് ടൈട്രേഷൻസ്. ആസിഡ് ബേസ് ടൈട്രേഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അത് 4 തരത്തിലുള്ളതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ്, സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ്, വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ്, വീക്ക് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷൻസ്. അതിന് ഓരോ എക്സാമ്പിൾസും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം നമുക്ക് നമ്മളുടെ സിലബസിൽ അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഈ ആദ്യത്തെ 3 ടൈട്രേഷൻസ് ആണ് നമ്മൾ വിശദമായിട്ട് നോക്കാറ്. അപ്പം ആദ്യത്തേത് നമുക്കിപ്പോൾ നോക്കാം. ദാറ്റ് ഈസ് ദ ടൈട്രേഷൻ ഓഫ് എ സ്ട്രോങ് ആസിഡ് വിത്ത് എ സ്ട്രോങ് ബേസ്. സാധാരണ നമ്മൾ പറയുന്ന എക്സാമ്പിൾ HCl വേഴ്സസ് NaOH. ഇനി ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഇത്തരം ടൈട്രേഷൻസിൽ ഉപയോഗിക്കാറുണ്ട്. മീഥൈൽ ഓറഞ്ചും ഫിനോക്തലിനുമാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറ്. അപ്പം ആ 2 ഇൻഡിക്കേറ്റേഴ്സ് കളർ ചേഞ്ച് കാണിക്കുന്ന pH റേഞ്ച് നിങ്ങൾ ഓർക്കണം. ഞാൻ പറഞ്ഞു ആസിഡ് ബേസ് ടൈട്രേഷൻസിൽ pHന് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇക്വലൻസ് പോയിന്റ് എത്തിയതിന് ശേഷം നമുക്ക് വിഷ്വലി ആ ഒരു ന്യൂട്രലൈസേഷൻ നടന്നു എന്ന് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിന്റെ സഹായം വേണം. ഇൻഡിക്കേറ്റേഴ്സിന്റെ കളർ ചേഞ്ച് വഴിയാണ് നമ്മൾ ആ റിയാക്ഷൻ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ഇക്വലന്റ് പോയിന്റ് നിൽക്കുന്ന ആ pH റേഞ്ചിൽ കളർ ചേഞ്ച് കാണിക്കാൻ കഴിവുള്ള ഇൻഡിക്കേറ്റേഴ്സിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മീഥൈൽ ഓറഞ്ച് ആണെങ്കിൽ അതിന്റെ pH റേഞ്ച്, കളർ ചേഞ്ച് കാണിക്കുന്ന pH റേഞ്ച് 3.1നും 4.4നും ഇടയ്ക്കാണ്. അതുപോലെ ഫിനോക്തലിൻ ആണെങ്കിൽ അതിന്റെ കളർ കാണിക്കുന്ന ആ ഒരു pH റേഞ്ച് 8.3 to 10 ആണ്. ഇനി ഒന്നാമത്തെ ടൈട്രേഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസുമായിട്ടുള്ള ടൈട്രേഷൻ ആണ്. നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ NaOH അഗെയിൻസ്റ്റ് HCl. ഈ ഒരു ഗ്രാഫിനെയാണ് നമ്മൾ ടൈട്രേഷൻ കർവ് എന്ന് പറയുന്നത്. വെൻ pH is plotted against volume we get the titration curve. ഇനി ഈ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷനെ നിങ്ങൾ ശ്രദ്ധിച്ചേ. NaOHും HClഉം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ബേസിനകത്തെ OH മൈനസും ആസിഡിലെ H+ കൂടെ കമ്പൈൻ ചെയ്ത് വാട്ടറും പ്ലസ് NaCl എന്നുള്ളൊരു കോമ്പൗണ്ട് ആയിട്ടും മാറും. അപ്പൊ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. OH മൈനസ് പ്ലസ് H+ ഗിവിംഗ് H2O. ഇനി ഈ ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെ വന്നു, ഇതിന്റെ ഇക്വലൻസ് പോയിന്റ് എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, നമ്മുടെ കയ്യിൽ ആസിഡ് ആണ് ഇരിക്കുന്നത്. നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് പിപ്പറ്റ് ചെയ്തിട്ട് ആസിഡ് സൊല്യൂഷൻ ആണ് നമ്മുടെ കയ്യിൽ ബൾക്കായിട്ട് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആസിഡ് സൊല്യൂഷന്റെ pH എപ്പോഴും 7ന് താഴെയായിരിക്കും. അപ്പം സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ അത് pH 1ലായിരിക്കും. അപ്പൊ നമ്മളുടെ കയ്യിൽ HCl ഉണ്ട്, അതിനകത്ത് H+ അയോണുകളുണ്ട്. അത് തുടക്കത്തിൽ നമ്മൾ ബേസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ആദ്യം നമ്മുടെ കയ്യിൽ ആസിഡ് എടുത്ത് വെച്ചേക്കുവാണ്. അപ്പം pH ഏറ്റവും താഴ്ന്ന പോയിന്റിലുള്ള pH ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി അതിലേക്ക് ഞാൻ ബ്യൂററ്റ് വഴി നമ്മളുടെ അടുത്ത സാധനം, അതായത് ആസിഡ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ ബ്യൂററ്റിൽ ബേസ് എടുക്കും. ബേസ് ഓരോ ഡ്രോപ്പ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ ബേസിനകത്തുള്ള OH മൈനസ് വന്നിട്ട് നമ്മുടെ ആസിഡിനകത്തുള്ള H+ുമായിട്ട് റിയാക്ട് ചെയ്യുകയും അവ ന്യൂട്രൽ ആവുകയും ചെയ്യും. അപ്പം ഓരോ തുള്ളി ബ്യൂററ്റിൽ നിന്ന് ഒഴിക്കുന്ന ബേസ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സൊല്യൂഷൻ നമ്മുടെ കയ്യിലിരിക്കുന്ന ആസിഡിലെ H+ കുറഞ്ഞു വരികയും അതിന്റെ അസിഡിറ്റി എന്ന് പറയുന്നത് കുറയുകയും, അസിഡിറ്റി കുറയുന്നതിനനുസരിച്ച് ഈ pH മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ കയ്യിൽ HCl ഉണ്ട്, ബേസ് ഒന്നും ആഡ് ചെയ്യാതിരിക്കുമ്പോൾ അതിന്റെ ഹൈ pH ആണ്, അതായത് pH 1ൽ നിൽക്കും. നമ്മൾ ആ ഒരു സൊല്യൂഷനിലേക്ക് പതിയെ NaOH ആഡ് ചെയ്യുമ്പോൾ NaOHനകത്തുള്ള OH മൈനസ് HClലെ H+നെ ന്യൂട്രൽ ആക്കുകയും അത് വാട്ടറായിട്ട് മാറുകയും ചെയ്യും. അതിന്റെ ഫലമായിട്ട് നമ്മുടെ സൊല്യൂഷനിലെ H+ കുറഞ്ഞു വരും. ഓരോ സമയം കഴിയുമ്പോഴും OHുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് കാരണം H+ കുറഞ്ഞു വരും. അതിന്റെ അർത്ഥം അതിന്റെ അസിഡിറ്റി കുറയുകയാണ്. അസിഡിറ്റി കുറയുക എന്ന് പറയുമ്പോൾ എന്താണ്? ആ pH മുകളിലേക്കാണ് പോകുന്നത്, അതായത് ബേസിക്കിലോട്ട് പതുക്കെ ന്യൂട്രൽ ബേസിക്കിലേക്ക് പതുക്കെ മൂവ് ചെയ്യാണ്. അപ്പൊ നോക്കിക്കേ, ഈ 1ൽ നിന്ന് NaOH ആഡ് ചെയ്യുന്നതിനനുസരിച്ച് സ്ലൈറ്റ് ആയിട്ട് ഒരു ഇൻക്രീസ് വന്ന് ഓരോ ഡ്രോപ്പ് ആഡ് ചെയ്യുമ്പോഴും ഇങ്ങനെ, അതായത് വോളിയമാണ് ഇവിടെ ഇങ്ങനെ കൂടി ഈ ഒരു പോയിന്റ് ആകുമ്പോഴത്തേനും ഏകദേശം ന്യൂട്രലൈസേഷൻ ആയി. നമ്മുടെ കയ്യിലിരിക്കുന്ന ഏകദേശം H+ഉം അല്ലെങ്കിൽ HClലെ H+ഉം നമ്മൾ ബ്യൂററ്റ് വഴി ആഡ് ചെയ്ത OH മൈനസുമായിട്ട്
ഏകദേശം എല്ലാം ന്യൂട്രലായ ഒരു സിറ്റുവേഷനാണിത്. എന്നാൽ മൊത്തത്തിൽ ന്യൂട്രൽ ആയിട്ടുമില്ല. അടുത്ത 1 ഡ്രോപ്പ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ HCl പെൻഡിങ് ആയിട്ടുള്ള H+ മൊത്തവും എന്തായിട്ട് കമ്പൈൻ ചെയ്യും, വരുന്ന ബേസിലെ OH- കമ്പൈൻ ചെയ്ത് വാട്ടർ ആയിട്ട് മാറും. ഈ ഒരു പോയിന്റാണ് ഇക്വലൻസ് പോയിന്റ് അല്ലെങ്കിൽ ന്യൂട്രൽ പോയിന്റ് എന്ന് വിളിക്കുന്നത്. ആ ഒരു പോയിന്റിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സൊല്യൂഷൻ അസിഡിക്കുമല്ല ബേസിക്കുമല്ല. അസിഡിക് ആവണമെങ്കിൽ അതിൽ H+ കാണണം, ബേസിക് ആവണമെങ്കിൽ അതിൽ OH- കാണണം. ഈ ഇക്വലൻസ് പോയിന്റിന്റെ പ്രത്യേകത നമ്മുടെ കയ്യിലിരിക്കുന്ന ആസിഡിന്റെ മൊത്തവും H+നെയും നമ്മൾ ബ്യൂററ്റ് വഴി ആഡ് ചെയ്യുന്ന OH- ന്യൂട്രലൈസ് ചെയ്ത് കളഞ്ഞു. ഇനി അധികമായിട്ട് ബ്യൂററ്റിൽ നമ്മൾ ഒന്നും ഒഴിച്ചിട്ടുമില്ല. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഇക്വലൻസ് പോയിന്റിൽ ദ സൊല്യൂഷൻ ഇസ് ന്യൂട്രൽ ഓർ ദ സൊല്യൂഷൻ ഇസ് നെയ്തർ അസിഡിക് നോർ ബേസിക്. ഇനി എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒരാൾക്ക് ഈ പോയിന്റ് ഒരിക്കലും വിസിബിൾ ആവത്തില്ല. എക്സ്പെരിമെന്റ് കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് ആ എക്സ്പെരിമെന്റർക്ക് മനസ്സിലാവണമെങ്കിലാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസിന്റെ റിയാക്ഷൻസിന്റെ പ്രത്യേകത ഈ ഇക്വലൻസ് പോയിന്റ് നിൽക്കുന്ന ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് ഒരു വൈഡ് റേഞ്ചാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, pH ഏകദേശം 3 തൊട്ട് ഒരു 11 വരെ നീണ്ടു നിൽക്കുന്ന ഒരു വൈഡ്, ഒരു സ്റ്റീപ്പ് ഇൻക്രീസ് ആണ് നമുക്ക് ഈ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസിന്റെ ഇക്വലൻസ് പോയിന്റ് നിൽക്കുന്നതായിട്ട് കാണുന്നത്. അതായത് ഈ ഒരു pH റേഞ്ചിൽ മൊത്തം നമ്മുടെ ഇക്വലൻസ് പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു ടൈട്രേഷന്റെ എൻഡ് പോയിന്റ് നിൽക്കുന്നതായിട്ട് പറയാം. അപ്പൊ നോക്കിക്കേ, ഈ ഒരു റേഞ്ചിനകത്ത് കളർ ചേഞ്ച് കാണിക്കാൻ പറ്റുന്ന ഇൻഡിക്കേറ്റേഴ്സിനെയാണ് നമ്മൾ ഇവിടുത്തേനും സെലക്ട് ചെയ്യേണ്ടത്. അതായത് നമുക്ക് മീഥൈൽ ഓറഞ്ച് എടുക്കാം. കാര്യം മീഥൈൽ ഓറഞ്ച് 3.5 to 4.4 റേഞ്ചിലാണ് അതിന് കളർ ചേഞ്ച് കാണിക്കാൻ പറ്റുന്നത്. അതായത് ആ ഒരു pH റേഞ്ചിനകത്തേക്ക് നമ്മൾ മീഥൈൽ ഓറഞ്ചിനെ കൊണ്ടുവന്നാൽ അസിഡിക് ആണെങ്കിൽ അത് റെഡ് കളറും ബേസിക് ആണെങ്കിൽ യെല്ലോ കളറും കാണിക്കും എന്നറിയാം. അതോടൊപ്പം ഫിനോഫ്തലിന്റെ കേസിൽ 8നും 10നും ഇടയ്ക്കുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ ഫിനോഫ്തലിൻ ഉള്ളതെങ്കിൽ അസിഡിക് സൊല്യൂഷനിൽ കളർലെസ്സും ബേസിക് സൊല്യൂഷനിൽ അത് പിങ്ക് ആയിട്ടും ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. അപ്പം ഈ 2 ഇൻഡിക്കേറ്റേഴ്സിനെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. കാര്യം ഇവിടുത്തെ ഇക്വലന്റ് പോയിന്റ് നിൽക്കുന്ന റേഞ്ച് നോക്കിക്കേ, pH റേഞ്ച് ഏകദേശം 3നും 10നും ഇടയ്ക്കാണ്. അപ്പം നമ്മളുടെ മീഥൈൽ ഓറഞ്ച് ഈ താഴത്തെ റേഞ്ചിൽ നിൽക്കുന്നു, ഫിനോഫ്തലിൻ ഈ മുകളിലത്തെ റേഞ്ച് നിൽക്കുന്നു. അപ്പൊ ഒന്നുകിൽ മീഥൈൽ ഓറഞ്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫിനോഫ്തലിൻ ഉപയോഗിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചാൽ മതി. നമുക്ക് ഈ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷന്റെ ഇക്വലൻസ് പോയിന്റ്, നമുക്ക് ഇക്വലൻസ് പോയിന്റ് അല്ല, ഇക്വലന്റ് പോയിന്റ് കഴിഞ്ഞുള്ള ഒരു ഡ്രോപ്പ് കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് എൻഡ് പോയിന്റ്. എൻഡ് പോയിന്റ് നമുക്ക് വിഷ്വലി അനലൈസ് ചെയ്യാൻ വേണ്ടി ഇത്തരം ഇൻഡിക്കേറ്റേഴ്സിനെ നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഫിനോഫ്തലിൻ ആണെങ്കിൽ നോക്കിക്കേ, തുടക്ക ഭാഗത്ത് അസിഡിക് ആണ്. അപ്പൊ ഫിനോഫ്തലിൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഫിനോഫ്തലിൻ കളർലെസ് ആയിരിക്കും. ഇക്വലൻസ് പോയിന്റ് എത്തിയതിനു ശേഷം നമ്മൾ 1 ഡ്രോപ്പ്, അപ്പം ഇക്വലൻസ് പോയിന്റിൽ സൊല്യൂഷൻ ന്യൂട്രൽ ആണെന്ന് പറഞ്ഞു, നമുക്ക് ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ബ്യൂററ്റ് വഴി 1 ഡ്രോപ്പ് കൂടെ ആഡ് ചെയ്യും. അപ്പൊ എന്ത് പറ്റും, സൊല്യൂഷൻ ബേസിക് ആയിട്ട് മാറും. 1 ഡ്രോപ്പ് NaOH കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള OH- അയോൺ അല്ലേ വരുന്നത്. അപ്പം അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ H+ ഒന്നും തന്നെ ഇല്ല. ന്യൂട്രൽ പോയിന്റിന് ശേഷമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് പറ്റും, ആ OH- അവിടെ ഫ്രീ ആയിട്ട് നിൽക്കുകയും നമ്മുടെ റിസൾട്ടിങ് സൊല്യൂഷൻ ബേസിക് ആയിട്ട് മാറുകയും ചെയ്യും. അതാണ് ഈ ഒരു ഇത് 7ന് മുകളിലേക്ക് കൂടി വന്നത്. 7ന് മുകളിലേക്കാണെങ്കിൽ സൊല്യൂഷൻ ബേസിക് ആണ്. അപ്പൊ ഇക്വലൻസ് പോയിന്റ് എന്ന് പറയുന്നത് 7ലാണ്. അതിനുശേഷം നമുക്ക് കളർ ചേഞ്ച് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ 1 ഡ്രോപ്പ് കൂടെ ആഡ് ചെയ്യും. അപ്പൊ എന്ത് പറ്റും, സൊല്യൂഷൻ ബേസിക് ആയിട്ട് മാറും. നമ്മൾ ഫിനോഫ്തലിൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ തുടക്കത്തിൽ അത് കളർലെസ് ആയിട്ടിരിക്കും. കാര്യം അസിഡിക്കിൽ അത് കളർലെസ് ആണ്. ഇക്വലൻസ് പോയിന്റ് എത്തി നമ്മൾ 1 ഡ്രോപ്പ് അധികവും കൂടെ ഒഴിച്ചു കഴിയുമ്പോൾ അത് ബേസിക് ആയിട്ട് മാറില്ലേ സൊല്യൂഷൻ. ആ സമയത്ത് നമ്മുടെ ഫിനോഫ്തലിൻ പിങ്ക് ആയിട്ട് മാറുകയും നമുക്കത് എൻ പോയിന്റ് ആയിട്ട് കണക്കാക്കുകയും ചെയ്യാം. ഇനി അതെല്ലാം ഞാൻ മീഥൈൽ ഓറഞ്ച് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ തുടക്ക ഭാഗത്ത് മീഥൈൽ ഓറഞ്ച് അസിഡിക് ആയതുകൊണ്ട് റെഡ് കളറിൽ കാണും. ടൈട്രേഷൻ പ്രൊസീഡ് ചെയ്ത് ഇക്വലൻസ് പോയിന്റ് എത്തി നമ്മൾ 1 ഡ്രോപ്പ് കൂടെ എക്സസ് ആയിട്ട് ഒഴിച്ചു കഴിയുമ്പോൾ സൊല്യൂഷൻ ബേസിക് ആവും. ആ സമയത്ത് നമ്മുടെ മീഥൈൽ ഓറഞ്ച് അതിന്റെ സെക്കൻഡ് കളറിലേക്ക് പോവുകയും ചെയ്യും, അതായത് യെല്ലോ കളറിലേക്ക് പോവുകയും ചെയ്യും. ഇതാണ് ആ ഗ്രാഫിന്റെ സ്റ്റേറ്റ്മെന്റ്സ്. ഇങ്ങനെ നമുക്ക് പറയാം, തുടക്ക ഭാഗത്ത് pH പതുക്കെ കൂടാൻ തുടങ്ങും. കാര്യം H+ നമ്മൾ ആഡ് ചെയ്യുന്ന ബേസിലെ
OH- അയോൺസ് ന്യൂട്രൽ ആക്കുന്നത് വഴി ആദ്യം ഗ്രാഫ് പതിയെ റൈസ് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം ഇക്വലൻസ് പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞൊരു സ്റ്റീപ്പ് റൈസ് ആണ് നമുക്ക് കാണുന്നത്. സ്റ്റീപ്പ് റൈസ് എത്തുമ്പോഴത്തേനും അതിനകത്ത് ഇക്വലൻസ് പോയിന്റ് ഉണ്ട്. ഇക്വലൻസ് പോയിന്റിന് ശേഷം pH പതുക്കെ കൂടാൻ തുടങ്ങും. കാര്യം നമ്മൾ 1 ഡ്രോപ്പ് മോർ ബേസ് ആഡ് ചെയ്യും. ഇക്വലൻസ് പോയിന്റിന് ശേഷം നമുക്ക് സൊല്യൂഷനെ ന്യൂട്രൽ ആക്കി വെച്ചിരുന്നാൽ ഇൻഡിക്കേറ്ററിന് കളർ ചേഞ്ച് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ഡ്രോപ്പും കൂടെ സൊല്യൂഷൻ എക്സ്ട്രാ ആഡ് ചെയ്യും. അപ്പം അങ്ങനെ ആഡ് ചെയ്യുമ്പോഴത്തേനും സൊല്യൂഷൻ ബേസിക് ആയിട്ട് മാറുകയും ഇൻഡിക്കേറ്റർ അതിൻ്റെ കളർ ചേഞ്ച് തരികയും ചെയ്യും. അപ്പം നമുക്ക് ഉപയോഗിക്കാവുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഇതൊക്കെയാണ്: മീഥൈൽ ഓറഞ്ച്, മീഥൈൽ റെഡ്, ഫിനോഫ്തലിൻ എന്നിവയാണ്. കാരണം സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻസിലെ എൻഡ് പോയിന്റ് that lies between the range of 4 to 10. 4നും 10നും ഇടയ്ക്കാണ് ഇക്വലൻസ് പോയിന്റിന്റെ pH റേഞ്ച്. അതുകൊണ്ട് ഈ റേഞ്ചിനകത്ത് നിൽക്കുന്ന ഇൻഡിക്കേറ്റേഴ്സിനെ നമുക്ക് ഉപയോഗിക്കാം. അതായത് മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലിൻ എക്സെട്ര. താങ്ക് യു.